എൻ്റെ സ്വർഗത്തിലെ അപ്പായും എൻ്റെ രക്ഷകനായ ഈശോയും എൻ്റെ നിത്യസഹായനും വഴികാട്ടിയുമായി എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് ആരാധനയും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. അമ്മയാവുന്ന പാലത്തിലൂടെ എന്നെ കൈപിടിച്ച് നടത്തി നിത്യജീവനായ ക്രിസ്തുവിലേക്ക് എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവിനും നന്ദി. കൃപാസനത്തിൽ ഉടമ്പടിയിലൂടെ ഞാൻ ഉൾപ്പെടെ ലോകം മുഴുവനുള്ള അനേക ജനങ്ങൾക്ക് ബ്ലെസ്സിങ്സും മിറാക്കിൾസുമായി തീരാൻ ദൈവം തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ പേര് ഷൈനി. ഞാൻ പൊങ്ങാം മാസ്ലിവ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഏപ്രിൽ 30 എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിന്ന് ഈ അൾത്താരയിലായിരിക്കുന്നത്. 2019 ജനുവരിയിൽ എനിക്കൊരു വയറുവേദന വരികയും സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ തടിപ്പും ഫൈബ്രോയിഡും ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കുട്ടികളന്ന് കുഞ്ഞായിരുന്നതിനാൽ എനിക്ക് അതിനുള്ള സാഹചര്യമല്ലായിരുന്നു. ഞാനിവിടെ വന്ന് മാതാവിനൊരു കത്തെഴുതിയിട്ടിട്ട് ഞാൻ പോയി. എൻ്റെ യൂട്രസിൽ കത്തി തൊടാൻ അമ്മ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ച് ഹോമിയോ മരുന്നൊക്കെ കഴിച്ച് അത് കുറഞ്ഞു. വീണ്ടും 2023 ജനുവരി മെയ് ഒക്കെ ആയപ്പോൾ എനിക്ക് ഒരു ക്യാൻസർ എന്നുള്ളൊരു സൗണ്ട് പലതവണ ഞാൻ കേട്ടു. ഉള്ളിൽ നിന്ന് ശക്തമായൊരു പ്രേരണയുമുണ്ടായി, നീ പോയി സ്കാൻ ചെയ്യുന്നു. അപ്പം ഞാൻ കുരിശ് വരച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പോയി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിൻ്റെ വായിൽ ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് സ്മിയർ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്മിയർ റിസൾട്ട് വന്നപ്പം ഹ്യൂമസ് സെൽസ് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് ചിലപ്പോൾ യൂട്രസ് എടുത്ത് കളയേണ്ടി വരും, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഉള്ളിൽ നിന്ന് ജീവനുള്ള കോശം എടുക്കാം, ഈ സെല്ല് അതിനുള്ളിലുണ്ടോ എന്ന് നമുക്ക് അറിയണം എന്ന് പറഞ്ഞു. അതിന് ശേഷം പരിമല ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഉള്ളിലേക്കൊരു വചനം കടന്നു വന്നു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ച് സങ്കീർത്തനം 107:20 ഈ വചനം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിൽ ഇതെടുത്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, റിസൾട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞു നമ്മളെടുത്ത പോർഷനിൽ കുഴപ്പമില്ല, നെഗറ്റീവാണ് കാണിക്കുന്നത്, വേറൊരു സൈഡിൽ നിന്ന് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ എൻ്റെ യൂട്രസും ഓവറി എടുത്ത് കളഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് ഓവറിലും ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 4 മാസം കഴിഞ്ഞ് വാ, നമുക്ക് അന്നേരം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മാസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് HPV LBC എന്ന് പറഞ്ഞ 2 ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് 2 നെഗറ്റീവാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പേടിക്കേണ്ട, അതിൻ്റെ ടെസ്റ്റ് 2 നെഗറ്റീവാണ് വന്നിരിക്കുന്നത്, നിൻ്റെ ആ ഇൻഫെക്ഷൻ തനിയെ കരിഞ്ഞു പൊക്കോളുമെന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. ഒരു പച്ച ഉടുപ്പിട്ട, നമ്മുടെ ഉടമ്പടി പത്രികയുടെ പച്ച കളറിൽ ഉടുപ്പിട്ട ഒരു സുന്ദരിയായ സ്ത്രീ ഏകദേശം എൻ്റെ അടുത്ത് ഹൈറ്റുണ്ട്, എൻ്റെ മുൻപേ നടന്നു പോകുന്നു. അപ്പം ഞാൻ ചോദിച്ച് എന്താ വരാൻ താമസിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം എൻ്റെ മുന്നേ നടന്നു കഴിഞ്ഞ് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എന്നെ വല്ലാത്തൊരു കരുതലും സ്നേഹത്തോടു കൂടിയുള്ളൊരു നോട്ടം എന്നെ നോക്കി. നല്ല സുന്ദരിയായ ഒരു സ്ത്രീ, അത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, മുഖം നല്ലപോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ് നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഡോക്ടറെ ഫോളോ അപ്പിനായിട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ യൂട്രസ് എനിക്കൊന്ന് കാണണം, നിൻ്റെ സ്കാൻ ചെയ്തിട്ട് തടിപ്പ് വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പം യൂട്രസ് നോക്കിയിട്ട് പറഞ്ഞു ഇൻഫെക്ഷൻ നല്ലപോലെ കൂടിയിട്ടുണ്ട്, സാധാരണ കേസിൽ ഇൻഫെക്ഷൻ അത് കരിയേണ്ടതാണ്, നിനക്ക് പക്ഷേ നല്ലതുപോലെ കൂടിയിട്ടുണ്ട്, നമുക്കത് കുറച്ച് മുറിച്ച് ബയോപ്സിക്ക് എടുത്തിട്ട് ബാക്കി കരിച്ച് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ പരിമല ഹോസ്പിറ്റലിൽ വീണ്ടും പോയി ബയോപ്സിക്ക് മുറിച്ചെടുത്ത് ബാക്കി ഇൻഫെക്ഷൻ കരിച്ചതിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ബയോപ്സിക്ക് അതൊരു കുഴപ്പമില്ല, നെഗറ്റീവാണ് കാണിക്കുന്നത്, നീ 1 വർഷത്തിന് ശേഷം ഫോളോ അപ്പിനായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അമ്മ മാതാവ് വഴി ഈശോ നൽകിയ ഈ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്ത് വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗികൾക്ക് പോയി പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുകയും സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഒരു മാനസിക രോഗികളുടെ ഒരു കേന്ദ്രത്തിൽ പോയി അവർക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ഈ സഹോദരിയുടെ സാക്ഷ്യം യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് കണ്ടപ്പോൾ തൊട്ട് അത് മനസ്സിലാകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോൾ ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്
ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നതായിട്ട് പറയുന്നത് ക്യാൻസർ 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 എന്നുള്ള രീതിയിൽ ഇപ്പോൾ യൂട്രസ് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരി ചെയ്യുന്നൊരു കാര്യം, ഉടനെ തന്നെ പോയി ഉള്ളിൽ നിന്ന് ലഭിച്ച ഈ പ്രേരണ അനുസരിച്ച് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അതിൽ പറയുന്ന അതിൽ നിന്ന് ജീവനുള്ള കോശം എടുത്തുകൊണ്ട് ഇത് ക്യാൻസർ ആണോ എന്ന് അറിയണമെന്നുള്ളതാണ്. ആ നിമിഷം മുതൽ ഈ മകള് ദൈവനാമത്തിലെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ആ വയറിലിട്ട് പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ തുടങ്ങി. അതിനുശേഷം ഈ സഹോദരിക്കൊരു സ്വപ്നമുണ്ടാവുകയാണ്. സ്വപ്നത്തിൽ പച്ച വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഈ സഹോദരിയുടെ മുമ്പേ നടക്കുമ്പോൾ ഈ സഹോദരി ചോദിക്കുകയാണ് എന്താണ് താമസിച്ചതെന്ന്. അതിനുത്തരമായിട്ട് പരിശുദ്ധമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് മാറി ഒരു വീട്ടിലേക്ക് കയറി അവിടെ ഇരുന്നു കൊണ്ട് ഈ മകളെ ഇങ്ങനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നോക്കുന്ന ഒരു അമ്മയുടെ മുഖം, സൗന്ദര്യവതിയായിട്ട് പ്രകാശപൂർണ്ണയായിട്ട് നോക്കുന്ന ഒരു ചിത്രമാണ് ഈ മകൾ പറയുന്നത്. ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. പിന്നീട് അത് നമ്മുടെ കൃപാസനത്തിലെ പത്രം കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് കൃപാസന അമ്മയാണെന്നുള്ളത്. അതിനുശേഷമാണ് പിന്നെ ഡോക്ടറിനെ കാണുകയും ബയോപ്സിക്ക് റിസൾട്ട് എടുക്കുകയും ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ പരിശുദ്ധമ്മ ഈ മകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നത്. പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തികളിലുമെല്ലാം ദൈവത്തിൻ്റെ കരുണയും കൃപയും നിറഞ്ഞുകൊണ്ട് നാം പോലും അറിയാതെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് ഉടമ്പടി പ്രാർത്ഥന മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പരിശുദ്ധ മാതാവ് വഴി ഈ സഹോദരിക്ക് ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തിന് കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.